ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനിന്നിപ്പോൾ വീഡിയോ എടുക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ചൊരു ബ്രേക്ക് ആർക്കും വേണമല്ലോ. അപ്പം ഒരു ബ്രേക്കിന് ശേഷം ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ എൻ്റെ ചേച്ചീൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഞങ്ങൾ 2 സിനിമയൊക്കെ കാണണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. DC ഇറങ്ങിയിട്ടുണ്ട്, പ്ലസ് തുടക്കം കാണാൻ പോകണം. അപ്പോൾ ഈ ഒരു വീക്കെൻഡ് ഞാൻ ചുമ്മാ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യാന്ന് വിചാരിച്ചു. സോ വെൽക്കം ടു ദ വീഡിയോ. ഞങ്ങളിപ്പം ഓൾമോസ്റ്റ് ഒരു 1.5 മണിക്കൂറായി ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഫുൾ മഴയാ, നല്ല ബ്ലോക്കും നല്ല മഴയും. യൂഷ്വലി ഞങ്ങൾ എടുക്കാത്തൊരു വഴി കൂടിയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്, ഹെബ്ബാൾ റൂട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ നല്ല മഴയായിരുന്നു. നല്ല മഴ എന്ന് വെച്ചാൽ അത്യാവശ്യം മഴയുണ്ട്. ബാംഗ്ലൂരിലെ റെഡ് അലേർട്ട് ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞ നാവെടുത്തില്ല, നല്ല ഹെവി മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 3.5 മണിക്കൂറിന് ശേഷം ഞങ്ങൾ റോഡ് ട്രിപ്പ് അവസാനിപ്പിച്ച് മിറാജ് സിനിമാസിലെത്തി. എന്താണ് നിന്റെ അഭിപ്രായം ഈ മോളിനെ പറ്റി? മോളാണോ? ഷോപ്പിംഗ് കോംപ്ലക്സ് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മോളൊക്കെയാണ്. ഡിമാർട്ട് ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, പിന്നെന്താ ഉള്ളത്? ഇപ്പം ഞങ്ങൾ അതേ കണ്ടിട്ടുള്ളൂ. മുകളിൽ പോയാലേ അറിയുള്ളൂ എന്താ സ്ഥിതി. ഇതാണ് ഇവിടുത്തെ മിറാജ് സിനിമാസ്. ഒരു PVRന്റെ ലുക്കൊക്കെ ഉണ്ട്. ഇനി സ്ക്രീൻ എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ആദ്യമായിട്ട് അവിടെ വരുന്നത്. പക്ഷേ ലുക്ക് വൈസ് ഒരു PVR സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇഷ്ടപ്പെട്ടു. നേരത്തെ പറഞ്ഞത് കിട്ടിയില്ല. എങ്ങനെയുണ്ട് നിങ്ങളെ തിയേറ്ററിൽ എത്തിയത് മുതൽ കുഴപ്പമൊന്നുമില്ല, എത്തുന്ന വരെയുള്ള പ്രശ്നമുള്ളൂ. നല്ലതാണ്. നോക്കുമ്പോൾ റോക്ക് ലൈൻ അപ്സര. ഇത് റോക്ക് ലൈൻ അപ്സര. ഇത് സ്ക്രീൻ അപ്സര ഒരു സ്ക്രീൻ അല്ലവാ. റോക്ക് ലൈനിൽ ഒരു 4 സ്ക്രീൻ ഉണ്ട്. ഭയങ്കര വിശപ്പ് കൊണ്ട് എന്തൊക്കെയോ വാങ്ങി. പ്ലാറ്റർ, പോപ്കോൺ. എങ്ങനെയുണ്ട് തിയേറ്റർ സീറ്റിംഗ് ഒക്കെ? കൊള്ളാല്ലേ? ഇനി നമുക്ക് സിനിമ കഴിഞ്ഞിട്ട് കാണാം. ബൈ ഗൈസ്. ഇന്റർവെല്ലിന് കാണാം. ഇന്റർവെല്ലിന് കാണാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നിനക്കോ? എങ്ങനെയുണ്ട്? ഞാൻ ആസ് ആൻ ആക്ടർ ലോകേഷ് അടിച്ചു പൊളിച്ചു. പക്ഷെ ആസ് എ മ്യൂസീഷ്യൻ അനിരുദ്ധ് തൂക്കി അല്ലേ? എനിക്ക് കുറച്ചും കൂടി ഒന്ന് സ്ക്രീൻ പരിശാക്കലാൻ വേണ്ടത് കൊഞ്ചം. പക്ഷെ ഇപ്പം നമ്മൾ ഇരിക്കുന്ന എല്ലാ കാര്യം കൊണ്ടും നല്ലതല്ല. സൗണ്ട്, അത് ഇത്, സീറ്റ് നന്നായിരിക്കില്ല. തിയേറ്റർ സൂപ്പർ. എനിക്ക് അത് മോളും കൂടി ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായേ. റിക്ലൈനറാ? ചുമ്മാ ഒരു രസം. എന്താണ് ഇഷ്ടപ്പെട്ടത് ഈ സിനിമയിൽ? ഡയറക്ഷനോ? അല്ലേ? നല്ല ഫ്രെയിംസും ഒക്കെ, മറ്റേ കളറിങ്ങും ഒക്കെ അടിപൊളി. ഐശ്വര്യ, മൊത്തത്തിലുള്ള അഭിപ്രായം പറയും. സൂപ്പർ. ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ നാളെ കുറച്ച് ഷോപ്പിങ്ങിന് പോകണം, തുടക്കം കാണാൻ പോകണം. DC കഴിഞ്ഞ് ഇനി അടുത്ത തുടക്കം കാണാൻ പോകണം. സോ ഇനി നാളെ കാണാം. ബൈ. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പം ഇന്നലെ നമ്മൾ ഗാട്ടാ ഗുസ്തി 2 ഒക്കെ കണ്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങാൻ 2:30 പിന്നെ ഇന്ന് രാവിലെ ലേറ്റായി എണീറ്റു. ബ്രഞ്ചൊക്കെ കഴിച്ച്, ഒരു പുട്ടും ചെറുപയറൊക്കെ കഴിച്ച് ഇപ്പോൾ നമ്മൾ ഒറൈൻ മോളിലേക്ക് പോവാണ്. ഇന്നലെ പറഞ്ഞ പോലെ കുറച്ച് ഷോപ്പിംഗ്, പിന്നെ തുടക്കം കാണാൻ പോവുകയാണ്. അത് വൈകുന്നേരമാണ്. അപ്പോൾ അതുവരെ നമുക്ക് ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി പറഞ്ഞാൽ വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. ഓണത്തിന് വേണ്ട ഡ്രസ്സ് ആക്ച്വലി കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് ഒറൈൻ മോളിൽ തപ്പാം എന്ന് വിചാരിച്ചു. സോ നമ്മളിപ്പം ഒറൈൻ മോളിലേക്ക് പോവാണ്. ഓൺ ദ വേ
കാണാം ഗൈസ്. ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചേച്ചിക്ക് ഒരു മേക്ക് ഓവർ ചെയ്ത് കൊടുത്തു. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈ? അടിപൊളി. കണ്ണൊക്കെ കാണിക്കട്ടെ. വിങ്ഡ് ഐലൈനറൊക്കെ വെച്ച് മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് സൈഡ് മുടി കുറേ സമയം എടുത്തിട്ടാട്ടോ ഗൈസ് ചെയ്തത്. അതെ, അതുകൊണ്ട് എങ്ങനെയുണ്ടോ എന്നുള്ളത് കമൻസിൽ പറയൂ. ഹെയർ പിന്നെ മേക്കപ്പ് ഇത് രണ്ടും എൻ്റെ വകയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? യെസ്, വെരി സാറ്റിസ്ഫൈ. ഓക്കെ, ബൈ. ബൈ. ഇവിടെ കണ്ടോ ഗൈസ്, കുറേ കാറ് സെക്കൻഡ് ഹാൻഡിന് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് വിൽക്കാനുള്ളതല്ല കേട്ടോ, അത് നമ്മളെ കാറ്. ബാക്കിയുള്ളതൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചാണ്. സെക്കൻഡ് ഹാൻഡ് സിട്രോണൊക്കെ ഉണ്ട് ഇവിടെ. എന്താ വാങ്ങിയ? മാംഗ്ലൂർ ബൺസ്. ഹോളിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഒന്നുമില്ല. അല്ലെ ചൂടാക്കിയാൽ മതിയായിരുന്നു. കറി കൊള്ളാം. ആ, പൂരി ബജി. ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ട്രൈ ചെയ്യുന്നത്. അത് മറ്റേ അവിൽ തന്നെയാണ്. സാധാരണ സാധാ അവിലുണ്ടോ? ശരി, ഇത് അവിൽ മേക്കിൻ്റെ അവിൽ. കൊള്ളാം. നമ്മളെ നാട്ടിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് അല്ലേ? മലയാളീസ് ഇതുണ്ട്. കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. ചേച്ചീൻ്റെ അവിടുന്ന് ഞങ്ങൾക്ക് തൊട്ടടുത്ത് ഈ ഒരു മോളാണ്, ഒറൈൻ മോള്. അപ്പം ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓണത്തിനൊരു ഡ്രസ്സ് എടുക്കണം, പിന്നെ പറ്റുകയാണെങ്കിൽ ഒരു ജീൻസ് എടുക്കണം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഗൈസ്, നമ്മളെ നാട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകുമ്പോൾ അമ്മമാർ കൊണ്ടുപോകില്ലേ? നമ്മുടെ നാട്ടിലല്ല, മോസ്റ്റ്ലി തമിഴ്നാട്ടിലൊക്കെ. പിന്നെ 1500 രൂപ. ഇനി നമ്മളുടെ അടുത്ത ലക്ഷ്യം വെസ്റ്റ് സൈഡ്. വെസ്റ്റ് സൈഡിൽ എന്തൊക്കെയോ ഓഫേഴ്സ് ഉണ്ടാവും. ഇല്ല, അറിയില്ല. വെസ്റ്റ് സൈഡിൽ എന്തോ ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഞാൻ എന്തെങ്കിലും ഓൺലൈനിൽ കണ്ടു നോക്കി. വെസ്റ്റ് സൈഡിൽ നിന്ന് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് മാഗ്നോളിയ ബേക്കറി പോയിട്ട് ഒരു ട്രസ്ലെച്ചസ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ ഒന്നും അറിയില്ല കേട്ടോ. ഞങ്ങൾ ട്രസ്ലെച്ചസ് എന്നാണ് പറയാറ്. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, മാഗ്നോളിയ ബേക്കറിയിലെ ട്രസ്ലെച്ചസ് ഒരു മസ്റ്റ് ട്രൈ ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് കമൻസിൽ പറയൂ കേട്ടോ. ഇങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. എന്നുണ്ട് ട്രസ്ലെച്ചസ് കഴിച്ച സമയം പോയതറിഞ്ഞില്ല. ഇവിടെ തന്നെയാണ് ഞങ്ങൾ മൂവി ബുക്ക് ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടി പോയതാണ് തിയേറ്ററിലേക്ക്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സൺഡേ ആയതുകൊണ്ട് PVRലൊക്കെ നല്ല തിരക്കായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ആയിരിക്കും. എങ്ങനെയുണ്ട് പറ, മൂവി റിവ്യൂ പറ. നല്ലായിരുന്നു, സിനിമ നല്ലായിരുന്നു. ലിഫ്റ്റാ, നിന്റെ അഭിപ്രായം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട് മൂവി? കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. വൺ ടൈം വാച്ച്.
DC ആണോ ഇതാണോ ഇഷ്ടപ്പെട്ടെ? അത് DC. പക്ഷെ ഒരു വിസ്മയ മോഹൻലാലിന്റെ തുടക്കം സിനിമ കമ്പയർ ചെയ്യാൻ പറ്റില്ല, കുഴപ്പമില്ല. പക്ഷെ അത് സൂപ്പർ പൊളി. ജൂഡ് ആന്റണീന്റെ അടുത്തായതുകൊണ്ട് നന്നായിട്ട് വന്നു, നല്ല രീതിക്ക് എടുത്തു. മോഹൻലാല് വെറുതെ ഒരു മാജിക് ഏഞ്ചലായിട്ട് എന്തിനാണ് മോട്ടിവേഷൻ എന്നാണ് ഇപ്പൊ ഏഞ്ചൽ ജോൺ. അങ്ങനെ വേണ്ട ആവശ്യമില്ലായിരുന്നു, മോഹൻലാൽ വരേണ്ട ആവശ്യമില്ലായിരുന്നു ആക്ച്വലി. അതിനെ നോക്കുമ്പോ അത് നല്ലായിരുന്നു. ഏത് മെസ്സേജ് ഒക്കെ പറയാൻ ട്രൈ ചെയ്ത് ആദ്യം. ഓ ഓക്കെ, പക്ഷെ നല്ലായിരുന്നു മൂവി, എനിക്ക് ഇഷ്ടപ്പെട്ടു. അടി കിട്ടു. ഇവനാണ് ഉത്തരവാദി. പണ്ട് ഞാൻ ഇഷ്ടമല്ല പറഞ്ഞ എല്ലാ സാധനങ്ങളും എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ഉപ്പുമ, ഇഡ്ഡലി, പിന്നെ തൈരുംചാതം, മുളക് കൂട്ടൽ, ചീര ഗതികോടുണ്ട്. അതായത് ഒരു കേർഡ് റൈസും കൂടി ഓർഡർ ചെയ്താൽ ബിരിയാണി തീർക്കാനുണ്ട്. സോ നമ്മുടെ ഈ ഒരു വീക്കെൻഡ് നന്നായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. സിനിമ 2 കണ്ടു, പിന്നെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു വീക്കെൻഡ്? വാസ് അടിപൊളി. നൈസ്. വാട്ട് അബൌട്ട് യു? കൊള്ളായിരുന്നു. സോ ഞാനിപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത തവണ കാണുന്നവരെ ബൈ ബൈ. ബൈ ബൈ.